അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും തമ്മിൽ തെരുവിൽ കയ്യാങ്കളി. സംഭവത്തിൽ പരിക്കേറ്റ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ സക്കീർ ഹുസൈനും UDF പാർലമെന്ററി പാർട്ടി നേതാവ് അഗസ്ത്യക്കോട് രാധാകൃഷ്ണനും തമ്മിലുണ്ടായ വാക്കേറ്റമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത്. വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെ മാർക്കറ്റ് ജംഗ്ഷന് സമീപത്താണ് സംഭവം. സംഘർഷത്തിൽ രാധാകൃഷ്ണനൊപ്പമുണ്ടായിരുന്ന അഞ്ചൽ ബദറുദ്ദീനാണ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ബദറുദ്ദീൻ അഞ്ചൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഈ സാമ്പത്തിക വർഷം നടപ്പാക്കേണ്ട പദ്ധതികളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നതിനായി ചേർന്ന UDF പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ചില നേതാക്കന്മാരും ജനപ്രതിനിധികളും ആരോപണവുമായി മുന്നോട്ട് വന്നിരുന്നു. ഇതിന്റെ ഭാഗമായി അഗസ്ത്യക്കോട് രാധാകൃഷ്ണനും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ തോയ്ത്തല മോഹനനും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് പ്രസിഡന്റ് തന്നെ മർദ്ദിച്ചതെന്ന് ബദറുദ്ദീൻ പറഞ്ഞു. 3-4 അടി അടിക്കുകയും എൻ്റെ നാവിപ്പാട്ടിന് ചവിട്ടുകയും ആണ് ചെയ്തത്. ആദ്യം വലിയ ബുദ്ധിമുട്ട് തോന്നാതെ ഞാൻ വീട്ടിലേക്ക് പോവുകയും അതിനുശേഷം വീട്ടിൽ ചെന്ന് എനിക്ക് വളരെയധികം അസ്വസ്ഥത തോന്നിയത് കൊണ്ടാണ് ഞാൻ ആശുപത്രിയിൽ വന്ന് അഡ്മിറ്റ് ചെയ്യാനും പോലീസിൽ പരാതി കൊടുക്കാനും തയ്യാറായത്. സുതാര്യമായി പദ്ധതികൾ നടപ്പിലാക്കണം എന്ന താല്പര്യത്തോടുകൂടി അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിലാണ് ഇദ്ദേഹത്തിന് എന്നോടും അതുപോലെ തന്നെ അവിടെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഇടയ്ക്ക് ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസിൻ്റെ നേതാക്കൾ അഡ്വക്കേറ്റ് അഞ്ചൽ സോമൻ, ശ്രീ ചാമക്കാല പ്രഭാരമുള്ള, അഗസ്ത്യക്കോട് രാധാകൃഷ്ണൻ, ഏരു സുഭാഷ് തുടങ്ങിയ നേതാക്കളോട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ച് തന്നെ ഇദ്ദേഹം പാർട്ടിക്കാർ തങ്ങൾ, ഞാനുമായിട്ടല്ല, പാർട്ടിക്കാർ തങ്ങൾ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് വഴക്ക് അവിടെ വെച്ച് തന്നെ പ്രത്യക്ഷമാവുകയാണ് ചെയ്തത്. താൻ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ താഴെയിറക്കാൻ ശ്രമിക്കുന്നു എന്നാരോപിച്ചാണ് അസഭ്യവർഷം ചൊരിയുകയും ആക്രമിക്കുകയും ചെയ്തതെന്നും ബദറുദ്ദീൻ പറഞ്ഞു. എന്നാൽ ചരിത്രത്തിലാദ്യമായി അഞ്ചൽ പഞ്ചായത്തിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലേറിയത് ഈ ഭരണസമിതിയിലൂടെയാണെന്നും പ്രസിഡന്റായ കാലം മുതൽ തനിക്കെതിരെ ആരോപണങ്ങൾ നിരത്തുകയാണ് UDFിലെ ചില നേതാക്കളെന്നും അതിന്റെ ഭാഗമായി നടന്ന ചില സംഭവങ്ങൾ മാത്രമാണ് ഇതെന്നും പ്രസിഡന്റ് എ സക്കീർ ഹുസൈൻ ലൈവ് വാർത്തയോട് പറഞ്ഞു. അതുപോലെ പാർലമെന്ററി പാർട്ടി കമ്മിറ്റി അംഗമായ അഗസ്ത്യക്കോട് രാധാകൃഷ്ണൻ തുടങ്ങിയ ആളുകൾ പാർലമെന്ററി പാർട്ടി കമ്മിറ്റിയിൽ വെച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായിട്ടുള്ള ശ്രീ തോയ്ത്തല മോഹനെ ശാരീരികപരമായി ഉപദ്രവിച്ചു. ഈ ഉപദ്രവം ഒരു പരാതിക്കോ പരിഭവത്തിനോ അല്ലെങ്കിൽ ഒരു പത്ര പ്രചരണത്തിനോ ഒന്നും ഇടം കൊടുക്കാത്ത നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയപ്പോഴും മനഃപൂർവ്വം കള്ളക്കഥ സൃഷ്ടിച്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ മർദ്ദിച്ചു എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. അത് ഞാൻ പ്രസിഡൻ്റായിരിക്കുന്നതിലുള്ള കോൺഗ്രസ് പാർട്ടിയിലുള്ള നേതാക്കന്മാരുടെ ഗൂഢാലോചനയുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ള കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നേരിയ ഭൂരിപക്ഷത്തിൽ UDF ഭരണം നിലനിർത്തിപ്പോരുന്ന അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും തമ്മിലുള്ള സംഘർഷം UDF നേതൃത്വത്തിന് തലവേദനയായിരിക്കുകയാണ്. ഭരണസമിതിയിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ അനിൽകുമാർ LDF റിബലായി മത്സരിച്ചാണ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. നിലവിൽ ഇദ്ദേഹവും മറ്റു ഭരണസമിതി അംഗങ്ങളുമായും അത്ര ചേർച്ചയിലല്ല. വരും ദിവസങ്ങളിൽ അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റിനെതിരായ അവിശ്വാസ പ്രമേയം തന്നെ രൂപപ്പെട്ടേക്കാം എന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.